1960കളുടെ മധ്യത്തിൽ നടന്ന ക്യൂബൻ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യൂബയിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഫുൾജെൻസിയോ ബാറ്റിസ്റ്റ ക്യൂബൻ മണ്ണിൽ നടത്തിയ സ്വേച്ഛാധിപത്യ ഭരണത്തെ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തിയ ക്യൂബൻ വിപ്ലവം. ആദ്യം നടത്തിയ നിയമപരമായ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സായുധ അക്രമത്തിലൂടെയാണ് ഫിഡൽ കാസ്ട്രോ അധികാരം പിടിച്ചെടുക്കുന്നത്. ഈ ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബൻ വിപ്ലവത്തിലും അദ്ദേഹത്തിൻ്റെ ഗറില്ല യുദ്ധമുറകളിലും ആകൃഷ്ടനായ ജോസ് മുജീക്ക ഉറുഗ്വേയിലെ ഒരു വിപ്ലവ പാർട്ടിയായിരുന്ന ടുപ്പാമാരോ എന്ന പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നു. 1969 ഈ ടുപ്പാമാരോ ഗ്രൂപ്പ് മൊണ്ടെവീഡിയോസിന് സമീപമുള്ള പാണ്ടോ എന്ന പട്ടണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ മുജീക്കായും ഈ സംരംഭത്തിൽ ഒരു മുഖ്യ പങ്കാളിയായിരുന്നു. അന്നത്തെ ഉറുഗ്വേ പ്രസിഡന്റായിരുന്ന ജോർജ് പാച്ചക്കോ അരീക്കോയുടെ ദുഷിച്ച ഭരണത്തിനെതിരെ ടുപ്പമാരോ സംഘം ആഞ്ഞടിക്കുന്ന സമയമായിരുന്നു അത്. രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് ടുപ്പമാരോ രൂപീകരിച്ച 6 സ്ക്വാഡുകളിൽ ഒന്നിൻ്റെ നേതൃത്വം മുജീക്കായ്ക്കായിരുന്നു. പാർട്ടിയുടെ പ്ലാൻ പ്രകാരം ടെലിഫോൺ എക്സ്ചേഞ്ച് പിടിച്ചെടുത്തത് മുജീക്കായുടെ സംഘമായിരുന്നു. 4ഓളം തവണ മുജീക്ക അറസ്റ്റിലായി. 1971 സെപ്റ്റംബറിൽ പുണ്ടക്കരേറ്റാസ് ജയിലിൻ്റെ ഉള്ളിൽ നിന്നും സമീപ പ്രദേശത്തുള്ള ഒരു വീടിൻ്റെ സ്വീകരണ മുറിയിലേക്ക് ജയിലിൽ നിന്നും ഒരു തുരങ്കം നിർമ്മിച്ച് 100ഓളം വരുന്ന ടുപ്പമാരോ സംഘം രക്ഷപ്പെട്ടിരുന്നു. അതിലൊരാളായി നമ്മുടെ ജോസ് മുജീക്കായും ഉണ്ടായിരുന്നു. ഈ അറസ്റ്റും രക്ഷപ്പെടലും പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുകയുണ്ടായി. ഒടുവിൽ 1972 അറസ്റ്റിലാകപ്പെട്ടപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ജയിലിൽ നിന്നും രക്ഷപ്പെടുവാനേ കഴിഞ്ഞില്ല. 73 ആയപ്പോഴേക്കും ഉറുഗ്വേ സൈനിക അട്ടിമറിക്ക് വിധേയമാകുന്നു. രാജ്യത്തിൻ്റെ ഭരണം പട്ടാളത്തിൻ്റെ കയ്യിലാകുന്നു. അധികാരം പിടിച്ചെടുത്ത സൈനികരാകട്ടെ ജയിൽ പുള്ളികളോട് വളരെ ക്രൂരമായി തന്നെയാണ് പെരുമാറിയിരുന്നത്. ഉള്ളിൽ കഴിഞ്ഞ 13 വർഷങ്ങളോളം മുജീക്ക ഒരുപാട് ദുരിതങ്ങൾ ജയിലിനുള്ളിൽ അനുഭവിച്ചു. കുതിരകൾക്ക് വെള്ളം കൊടുക്കുന്ന തൊട്ടികളുടെ അടിയിൽ പോലും 2 വർഷത്തോളം കഴിയേണ്ടതായി വന്നു. മാനസികമായും ശാരീരികമായും ആ സമയത്ത് മുജീക്ക വളരെ തകർന്നു പോയിരുന്നു. പിന്നീട് 1985 ആയപ്പോഴേക്കും വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു. മുജീക്ക ഉൾപ്പെടെ ടുപ്പമാരോ സംഘത്തിന് പൊതുമാപ്പ് നൽകി അവർ ജയിൽ മോചിതരാകുന്നു. പുറത്തിറങ്ങിയ മുജീക്കായും ചില ടുപ്പമാരോ അംഗങ്ങളും ചേർന്ന് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ MPP എന്ന സംഘടന രൂപീകരിക്കുന്നു.